ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഞാനിവിടെ ചെയ്യുന്നത്. 40-45 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഇതുപോലത്തെ മാലകൾ നമുക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അതിന് ഞാൻ ടങ്കീസ് നൂലാണ് എടുക്കുന്നത്. അത് ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ പിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പുകളിൽ നിന്ന്. നമ്മുടെ മാലയുടെ ബാക്കിലിടുന്ന പിരിയാണിത്. പുതിയ പിരിയൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പഴയ മാലയുടെ മുത്തിൻ്റെ കളറൊക്കെ പോയ മാലകളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പിരിയൊക്കെ എടുത്ത് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കിൽ നിന്ന് ഉള്ളിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ആദ്യം ഒന്ന് ഒരു കെട്ടടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്തെടുക്കുക. വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് ഒന്നും കൂടി കോർത്തതിന് ശേഷം നമുക്കത് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ, ഊരി പോവില്ല. ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് കോർക്കുക. വീണ്ടും ഒന്നും കൂടി അടിയിൽ നിന്ന് മുകളിലേക്ക് കോർക്കുക. ആ രീതിയിൽ കോർത്തിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ കെട്ടായിരിക്കും. ഈ ആദ്യത്തെ ഭാഗം കോർത്ത് നമുക്ക് കെട്ടാൻ എളുപ്പമായിരിക്കും കേട്ടോ, പുതിയ ബിഗിനേഴ്സിനൊക്കെ. കാരണം അത് എളുപ്പമാണ്. കാരണം നമ്മൾ മാലയുടെ ബീഡ്സ് ഒന്നും കോർത്തിട്ടില്ലല്ലോ. പിന്നെ അവസാനം ഒന്ന് കോർക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ലൂസായി പോവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കോർത്തിട്ട് കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായി. ഇനി എത്ര വലിച്ചാലും അത് ഊരിപ്പോരില്ല. ഇനി ബാലൻസ് ഉള്ളത് നമുക്കൊന്ന് ഉരുക്കി കൊടുക്കണം. എനിക്കിവിടെ നല്ലൊരു പണി കിട്ടി. നമ്മുടെ ലൈറ്റർ കത്തണില്ല. അപ്പോൾ ഞാനത് കാരണം തീപ്പെട്ടി വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കിയ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം. ആദ്യം ഞാനിവിടെ 2 ക്രിസ്റ്റൽ ബീഡ്, ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡും 2 സിൽവർ ബീഡ്, അതിനുശേഷം വീണ്ടും 2 ക്രിസ്റ്റൽ, 2 നമ്മുടെ സിൽവർ ബീഡ്, ആ രീതിയിലാണ് കോർത്തെടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കോർത്തെടുക്കാം. ഒറ്റ ബീഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മിക്സഡ് കളേഴ്സായിട്ട് വേണമെങ്കിൽ കോർത്ത് നമുക്ക് ഏതാണോ ഭംഗി തോന്നുന്നത് അത് രീതിയിൽ കോർത്തെടുക്കാം. ബീഡ്സ് കോർക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കോർത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ കോർക്കണ വീഡിയോ നിങ്ങൾക്ക് ഇട്ടതെന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ കോർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് ഇട്ട് കൊടുക്കാം. ഞാനിനി ലാസ്റ്റ് അതെങ്ങനെയാണ് വരുന്നതെന്ന് മാത്രമേ പിന്നെ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിന് നമ്മളിത് കോർത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം കോർത്ത പിരി ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് നമ്മൾ അവിടെ ഊരി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കോർത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ മാലയുടെ പണി ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ അമ്മമാർക്കൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ഒന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ മാലകൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പിരി എടുത്തിട്ട് അതിൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് തന്നെ കോർത്തെടുക്കുക. ഇവിടെയാണ് നമ്മൾ കെട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ലൂസാവാൻ കൂടുതൽ സാധ്യത ഉണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ബീഡ്സിനെ ഒന്ന് വലിച്ചു പിടിക്കുക. നമ്മുടെ ആ പിരി അടക്കം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് കോർത്തെടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇത്തിരി ഗ്യാപ്പ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 കെട്ടിട്ട് കൊടുക്കാം. അതും ഇത് നമ്മുടെ പിരിയോട് അടുത്ത് വെച്ചിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ 2-3 പിരി കെട്ടിട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ശരിക്കും ആ കെട്ട് അതിൻ്റെ ഉള്ളിലിട്ട് പൊക്കോളും. അപ്പോൾ നമുക്കവിടെ ടൈറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ നമ്മൾ ഉരുക്കി കൊടുക്കണം. ഞാൻ കാണിക്കുന്നില്ല, എൻ്റെ ലൈറ്റർ കേടായ കാരണം ഞാൻ തീപ്പെട്ടി വെച്ചാണ് ഉരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതവിടെ കാണിക്കുന്നില്ല. ഒന്നും കൂടി കെട്ടിട്ടതിന് ശേഷം ആ ബാലൻസ് ടങ്കീസിൻ്റെ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് മിക്സഡ് കളറായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ക്രിസ്റ്റൽ ബീഡ് മിക്സഡ് കളറായിട്ടോ ഒക്കെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒറ്റ കളറായിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് നമുക്ക് സെയിലും ചെയ്യാം ഇതുപോലെയൊക്കെ. അപ്പോൾ നമുക്ക് അവസാനത്തെ കെട്ടിട്ടിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അവിടെ ടൈറ്റ് ആയിക്കൊള്ളും. ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അതൊന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കുമ്പോൾ ഉരുക്കി പോകരുത്. കെട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ അതൊന്ന് ഉരുക്കി നിർത്തണം. എന്നിട്ട് ജസ്റ്റ് ആ കെട്ടുമ്പോഴേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ വിട്ടുപോവില്ല. പിന്നെ കട്ട് ചെയ്ത് നമുക്കത് ഉരുക്കി കൊടുക്കാം. ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആ പിരി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാല ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.